Hello everyone. നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഒരു പ്രോബ്ലം കൂടെ ഇന്ന് ചെയ്യാം. So this is the question. Calculate the moment of inertia of the angle section in figure about the given x-axis and about the given y-axis. All dimensions are in centimeters. So നമുക്കൊരു L section തന്നിട്ടുണ്ട്, ആംഗിൾ സെക്ഷൻ. ആംഗിൾ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ട ഏതൊക്കെ ആക്സിസിന് അബൌട്ടാണ്? തന്നേക്കുന്ന എക്സ് ആക്സിസിനും തന്നേക്കുന്ന വൈ ആക്സിസിനും. സോ ക്വസ്റ്റ്യൻ നോക്കുക, ഇത് ഫിഗർ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. ദിസ് ഇസ് ദ എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് ദ വൈ ആക്സിസ്. ഇവിടെ വൈ ആക്സിസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. So dimensions are also given. This is 120, this is 100, this is 20 and this is also 20. All dimensions are in centimeters. അപ്പോൾ ഇതിൻ്റെ ഈ ഹോൾ എൽ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദ എക്സ് ആക്സിസ് ആൻഡ് എബൌട്ട് ദ വൈ ആക്സിസ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ സ്റ്റെപ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിവൈഡ് ദ ഷേപ്പ് ഇൻ ടു എലമെൻ്റൽ ഷേപ്പ് ആൻഡ് നമ്പർ ഇറ്റ്. അപ്പോൾ നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ നേരത്തും ഇങ്ങനെ സെക്ഷൻ കിട്ടിയാൽ നമ്മളതിനെ രണ്ട് നമുക്കറിയാവുന്ന സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ആണ് കണ്ടുപിടിക്കുന്നത്. അത് ഇവിടെ അതുപോലെ തന്നെ നമ്മളതിനെ എലമെൻ്റൽ ഷേപ്പായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ റെക്റ്റാങ്കിൾ 1 ആൻഡ് റെക്റ്റാങ്കിൾ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഫിഗർ നോക്കുക. ദിസ് ഈസ് റെക്റ്റാങ്കിൾ 1 ആൻഡ് ദിസ് ഈസ് റെക്റ്റാങ്കിൾ 2. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റെക്റ്റാങ്കിൾ 1, 2 എന്ന് പേര് കൊടുക്കുക. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. Then locate the centroid of these sections and mark them as G1 and G2. അപ്പം റെക്റ്റാങ്കിൾ 1ൻ്റെയും 2ൻ്റെയും ഇൻഡിവിജ്വൽ സെൻട്രോയിഡ്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ G1 എന്നും G2 എന്നും മാർക്ക് ചെയ്യുക. Draw the centroidal axis of these sections and mark XG1, YG1, XG2, YG2. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കിപ്പോൾ ഈ ഫസ്റ്റ് സെക്ഷൻ്റെ സെൻട്രോയിഡ് നമ്മൾ G1 എന്ന് മാർക്ക് ചെയ്തു. അതിലൂടെ പാസ് ചെയ്യുന്ന സെൻട്രോയിഡൽ ആക്സസും കൂടെ മാർക്ക് ചെയ്തു. ആ G1ൽ കൂടെ പാസ് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ അതിൻ്റെ എക്സ് ആക്സിസിനെ XG1 എന്നും വൈ ആക്സിസിനെ YG1 എന്നും വിളിച്ചു. സിമിലർലി സെക്കൻഡ് റെക്റ്റാങ്കിൾ എടുത്തു, അതിൻ്റെ സെൻട്രോയിഡ് നമ്മൾ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം അതിനകത്തൂടെ സെൻട്രോയിഡൽ ആക്സസ് വരച്ചു. അതിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിസിനെ നമ്മൾ XG2 എന്നും വൈ ആക്സിസിനെ YG2 എന്നും വിളിച്ചു. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എൻറ്റയർ ലാമിനയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ എൻറ്റയർ ലാമിന ഇസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ പ്ലസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സെക്കൻഡ് റെക്റ്റാങ്കിൾ. അപ്പോൾ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുക, ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുക, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പം അതായത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ എൻറ്റയർ ലാമിന എബൌട്ട് ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ I1x പ്ലസ് I2x. അതായത് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ എക്സ് ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ എക്സ് ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഇത് രണ്ടും എടുത്തിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻറ്റയർ എൽ സെക്ഷൻ്റെ എക്സ് ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. സിമിലർലി ഈ എൻറ്റയർ എൽ സെക്ഷൻ്റെ വൈ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണമെങ്കിൽ I1y പ്ലസ് I2y. അതായത് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദ വൈ ആക്സിസ് പ്ലസ് സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദ വൈ ആക്സിസ്, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് IY കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടാനായിട്ട് ഇൻഡിവിജ്വൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആഡ് ചെയ്യണം. അത് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എക്സ് ആക്സിസ് ആകുമ്പോൾ ഇൻഡിവിജ്വൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എക്സ് ആക്സിസ് ആഡ് ചെയ്യണം. ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് വൈ ആക്സിസ് ആകുമ്പോൾ ഇൻഡിവിജ്വൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് വൈ ആക്സിസ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഓരോന്നും കണ്ടുപിടിക്കണം. അതായത് I1x, I2x, I1y, I2y കണ്ടുപിടിക്കണം. സോ കാൽക്കുലേഷൻ ഓഫ് I1x, I1y, I2x, I2y. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ പോർഷൻ 1 എടുത്തു. പോർഷൻ 1 എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് I1x ആണ്. അതായത് I1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ എക്സ് ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. 3 ടേം ആണ് ഇവിടെ ഉള്ളത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഫസ്റ്റ് റെക്റ്റാങ്കിൾ എബൌട്ട് ദ എക്സ് ആക്സിസ്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക നന്നായിട്ട്. നമുക്ക് എക്സ് ആക്സിസിന് എബൌട്ട് ആയിട്ട് ഈ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് വേണ്ടത്. സോ എക്സ് ആക്സിസ് ഈ പാസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രോയിഡൽ എക്സ് ആക്സിസിന് പാരലായിട്ട് വരുന്ന ഒരു ആക്സിസ് ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും. എന്താണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്? നമുക്ക് സെൻട്രോയിഡൽ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ വേണമെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കുക പ്ലസ് AH² ആഡ് ചെയ്യുക. A എന്ന് പറയുന്നത് എന്താണ്?
ആ സെക്ഷൻ്റെ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എച്ച് എന്താണ്? നമ്മുടെ സെൻട്രോയിഡൽ എക്സ് ആക്സിസും അതിന് പാരലായിട്ട് വരുന്ന ആക്സിസിൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതായത് ഈ ഫിഗറിൽ H1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, സോ I1x is equal to I1xg1 plus A1h1 square. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി എഴുതണം. ചുമ്മാ എഴുതിയാൽ നമുക്ക് കാണാപ്പാഠം പഠിക്കാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെയല്ല വേണ്ടത്, നമുക്ക് മനസ്സിലാക്കണം. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഫസ്റ്റ് സെക്ഷൻ അബൌട്ട് എക്സ് ആക്സിസ് ഇസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഫസ്റ്റ് സെക്ഷൻ അബൌട്ട് xg1. xg1 എന്ന് പറയുന്നത് എന്താണ്? ദ ഫിഗർ നോക്കിക്കേ, സെൻട്രോയിഡൽ ആക്സിസ് ഓഫ് ദ ഫസ്റ്റ് rectangle, the xg1. So moment of inertia of the first rectangle about xg1 plus a1h1 square. a1 എന്ന് പറയുന്ന ഫസ്റ്റ് റെക്ടാങ്കിളിൻ്റെ ഏരിയ, h1 എന്ന് പറയുന്നത് എന്താണ്? സെൻട്രോയിഡൽ ആക്സിസും നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാരലൽ ആയിട്ടുള്ള ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് h1. സോ ഇനി ഇതിനകത്തുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സെക്ഷൻസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ് നമുക്കറിയാം. റെക്റ്റാങ്കിൾ ആണെങ്കിൽ BH³/12 ആണ്. അതിൽ B എന്ന് പറയുന്നത് ഈ സെൻട്രോയിഡൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഡയമെൻഷനാണ്. സോ ഇവിടുത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് പാരലായിട്ട് വരുന്ന ഡയമെൻഷൻ ഈ 100 ആണ്. ഇതിൻ്റെ പകുതി വരെയാണ് 50. സോ ദിസ് ഈസ് 100. സോ അതാണ് B ആയിട്ട് വരുന്നത്. 100 ഇൻറ്റു H എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയമെൻഷൻ, ദിസ് ഇസ് 20. സോ 100 ഇൻറ്റു 20³/12 പ്ലസ് A1. A1 എന്ന് പറഞ്ഞാൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 100 ഇൻറ്റു 20. 100 ഇൻറ്റു 20 ഇൻറ്റു H1 സ്ക്വയർ. H1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഇറ്റ് ഈസ് H1. H1 is 10. സോ 10 സ്ക്വയർ. ഈ വാല്യൂസ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2.67 ഇൻറ്റു 10⁻⁵ cm⁻⁴ എന്ന വാല്യൂ കിട്ടും. അതാണ് I1x, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഫസ്റ്റ് സെക്ഷൻ അബൌട്ട് എക്സ് ആക്സിസ്. നൗ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ അബൌട്ട് വൈ ആക്സിസ് ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ അബൌട്ട് YG1 പ്ലസ് A1h2 സ്ക്വയർ. ഇത് മനസ്സിലാക്കി തന്നെ ഇക്വേഷൻ എഴുതണം. ഇത് പാരലൽ ആക്സിസ് തിയറം വീണ്ടും അപ്ലൈ ചെയ്തിരിക്കുകയാണ്. നമുക്ക് വേണ്ടത് വൈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. വൈ ആക്സിസിന് അബൌട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് എന്ന് പറയുന്നത് ഈ സെൻട്രോയിഡൽ വൈ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഒരു ആക്സിസ് ആണ്. അതുകൊണ്ട് അവിടെ നമുക്ക് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യാം. പാരലൽ ആക്സിസ് തിയറം പ്രകാരം മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ വൈ ആക്സിസ് or y axis about moment of inertia is equal to moment of inertia about yg1 plus AH2 square. H2 എന്ന് പറയുന്നത് എന്താണ്? ഈ y ആക്സിസും നമ്മുടെ YG1ഉം, അതായത് സെൻട്രോയിഡൽ y ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. I1y, moment of inertia of first rectangle about y axis is equal to moment of inertia of first rectangle about YG1 axis plus A1h2 square. H2 വരുന്നത് എന്തുകൊണ്ടാണ്? H2 എന്ന് പറയുന്നത് ഏത് ഡിസ്റ്റൻസ് ആണ്? നമ്മുടെ y ആക്സിസും നമ്മുടെ സെൻട്രോയിഡൽ y ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ B എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസിന് പാരലായിട്ട് വരുന്ന ക്വാണ്ടിറ്റിയാണ്. സോ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് y ആക്സിസ്, YG1 എന്ന് പറയുന്ന ആക്സിസ് ആണ്. അതിന് പാരലായിട്ട് വരുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഇതാണ് YG1. YG1ന് പാരലായിട്ട് വരുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ വിഡ്ത്ത് ആണ്, ദാറ്റ് ഈസ് 20. സോ 20 ഇൻറ്റു 100³/12. 100 എന്ന് പറയുന്നത് ആ 20ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഈ ഡയമെൻഷൻ. സോ 20 ഇൻറ്റു 100³/12 പ്ലസ് A1, ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. 100 ഇൻറ്റു 20 ആണെങ്കിലും 20 ഇൻറ്റു 100 ആണെങ്കിലും സെയിം ആണ്. H2 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് 50 എന്ന്. സോ 50 സ്ക്വയർ. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് I1y കിട്ടും 6.67 ഇൻറ്റു 10⁻⁶ cm⁻⁴. ഇനി നമുക്ക് എടുക്കേണ്ടത് പോർഷൻ 2 ആണ്. പോർഷൻ 2ലും ഇതുപോലെ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്തിട്ട് I2xും I2yയും കണ്ടുപിടിക്കുക. I2x എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെക്കൻഡ് റെക്റ്റാങ്കിൾ അബൌട്ട് ദ എക്സ് ആക്സിസ്. ഫിഗർ നോക്കിക്കേ, ഇതാണ് സെക്കൻഡ് റെക്റ്റാങ്കിൾ. അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ട് ഈ സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്ന ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന xg2 എന്ന ആക്സിസിന് പാരലായിട്ട് വരുന്ന ആക്സിസ് ആണ്. സോ നമുക്ക് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യാം. സോ അത് യൂസ് ചെയ്യുമ്പോൾ
moment of inertia of second rectangle about x-axis is equal to moment of inertia of the second rectangle about xg2 plus a2h3 square. അപ്പോൾ ആദ്യം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സെക്കൻഡ് റെക്ടാങ്കിൾ അബൌട്ട് ദ സെൻട്രോയിഡൽ എക്സ് ആക്സിസ്, അതായത് ഇതാണ് സെൻട്രോയിഡൽ എക്സ് ആക്സിസ്, അതിന് അബൌട്ടായിട്ട് ഈ റെക്ടാങ്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? നമുക്കറിയാം ബി എച്ച് ക്യൂ ബൈ 12 എന്നാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ഡയമെൻഷൻ ഏതായിരിക്കും? ഈ എക്സ് ജി ടുവിന് പാരലായിട്ട് വരുന്ന ഈ റെക്ടാങ്കിളിൻ്റെ ഡയമെൻഷൻ, അതായത് ഈ ഡയമെൻഷനാണ്. സോ 20 ഇൻറ്റു ഈ ഹൈറ്റ് എത്രയാണ്? ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ ഡെപ്ത് ആണ് 120 എന്ന് പറയുന്നത്. അത് ഈ 20 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത്രയും എന്ന് പറയുന്നത് 100 ആണ് അല്ലേ? സോ ബി എച്ച് ക്യൂബ് ബൈ 12 എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 100 ക്യൂബ് ബൈ 12. അതാണ് ഇവിടെ ഇട്ടേക്കുന്നത്. 20 ഇൻറ്റു 100 ക്യൂബ് ബൈ 12 പ്ലസ് ഏരിയ ഓഫ് ദാറ്റ് റെക്ടാങ്കിൾ ഈസ് 20 ഇൻറ്റു 100. ഇനി H3 എന്ന് പറയുന്ന ഏത് ഡിസ്റ്റൻസ് ആണ്? നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസും നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മുടെ റെഫറൻസ് ആക്സിസ് എക്സുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അത് എവിടെയായിരിക്കും എന്നൊന്ന് നോക്കിക്കേ. ഇവിടെ ഓൾറെഡി ഒരു 20 ഉണ്ട്. പിന്നെ ഈ റെക്റ്റാങ്കിളുടെ സെൻറ്ററിലാണ് G2 വരുന്നത്. റെക്റ്റാങ്കിളുടെ ഡെപ്ത് 100 ആണ്. സോ അവിടെ നിന്ന് 50യിലാണ് വരുന്നത്. സോ 50 പ്ലസ് 20 70 ആണ് H3 ആയിട്ട് വരുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ 20 ഇൻറ്റു 100 ഇൻറ്റു H3 സ്ക്വയർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.147 ഇൻറ്റു 10⁻⁷ സെൻറ്റിമീറ്റർ റേസ് ടു 4 എന്ന് കിട്ടും. ഇനി നമുക്ക് I2y. വാട്ട് ഈസ് I2y? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സെക്കൻഡ് റെക്ടാങ്കിൾ അബൌട്ട് y ആക്സിസ്. എന്തായിരിക്കും അത്? y ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് ആണ്. സോ അത് സെൻട്രോയിഡൽ y ആക്സിസിന് പാരലായിട്ട് വരുന്ന ഒരു ആക്സിസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യാം. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സെക്കൻഡ് റെക്ടാങ്കിൾ അബൌട്ട് y ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സെക്കൻഡ് റെക്ടാങ്കിൾ അബൌട്ട് YG2 ആക്സിസ് പ്ലസ് A2 H4 സ്ക്വയർ. H4 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസും സെൻട്രോയിഡൽ ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് എത്രയായിരിക്കും? ടോട്ടൽ ഇസ് 20. സോ അതിൻ്റെ പകുതിയിലായിരിക്കും സെൻട്രോയിഡ് വരുന്നത്. സോ ദാറ്റ് H4 വാല്യൂ ഇസ് 10. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. I2YG2 എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ സെക്കൻഡ് റെക്ടാങ്കിൾ അബൌട്ട് YG2 ആക്സിസ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? YG2 ഇതാണ് ആക്സിസ്. YG2വിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്ര വരും? BH³ ബൈ 12 ആണ് നമുക്കറിയാം. ആ B എന്ന് പറയുന്നത് ഈ YG2വിന് പാരലായിട്ട് വരുന്ന ഡയമെൻഷൻ. സോ ദിസ് ഈസ് ദ ഡയമെൻഷൻ വിച്ച് ഇസ് 100 ഇൻറ്റു 20³ ബൈ 12. So 100 into 20 cube by 12 plus A2 is 100 into 20, H4 is 10. So substitute ചെയ്യുമ്പോൾ നമുക്ക് I2y വാല്യൂവും കിട്ടും. അപ്പോൾ നമുക്ക് I1x, I1y, I2x, I2y കിട്ടി. അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. സോ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ ലാമിന അബൌട്ട് ദ എക്സ് ആക്സിസ് ഇസ് ഈക്വൽ ടു I1x plus I2x. I1x substitute ചെയ്യുക, I2x substitute ചെയ്യുക. You will get Ix as 1.174 into 10⁻⁷ centimeter raised to 4. And Iy is I1y plus I2y. Value substitute ചെയ്യുക, 6.937 into 10⁻⁶ centimeter raised to 4. യൂണിറ്റ് ശ്രദ്ധിക്കുക. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ റേസ് ടു 4 അല്ലെങ്കിൽ മീറ്റർ റേസ് ടു 4 അല്ലെങ്കിൽ മില്ലിമീറ്റർ റേസ് ടു 4. അതാണ് ഡയമെൻഷൻ. അതായത് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരുന്നത് BH³ ബൈ 12 അല്ലെങ്കിൽ പൈ ഡി സർക്കിൾ ആണെങ്കിൽ പൈ ഡി റേസ് ടു 4/60. അപ്പോൾ എല്ലാം 4th പവറിലാണ് വരുന്നത്. സോ യൂണിറ്റ് ഇസ് സെൻറ്റിമീറ്റർ റേസ് ടു 4 ഓർ മീറ്റർ റേസ് ടു 4 ഓർ മില്ലിമീറ്റർ റേസ് ടു 4.